നീറ്റ് ചോദ്യപേപ്പർ ചോർത്തിയവരെ തുറുങ്കിലടയ്ക്കുമെന്ന് പ്രധാനമന്ത്രി NDA യോഗത്തിൽ. വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കുമെന്നും ശക്തമായ നടപടി വേണമെന്നും മോദി ആവശ്യപ്പെട്ടിരിക്കുന്ന നോബൽ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബൽ, ഈ നീറ്റ് സമരം തുടങ്ങി 1.5 മാസമായിട്ട് ഇതാദ്യമായി ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി ഈ തരത്തിൽ പ്രതികരിച്ച് വന്നിരിക്കുകയാണ്. എന്താണിപ്പോൾ ഈ CJPയുടെ സമരത്തിനൊക്കെ ശേഷം ഇപ്പോൾ പ്രധാനമന്ത്രി പറയുന്നത്? സ്മൃതി, ഇന്നിപ്പോൾ പാർലമെന്റിൽ NDAയുടെ യോഗം നടക്കുകയാണ്. ആ യോഗത്തിലാണ് പ്രധാനമന്ത്രി നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നതായ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. പ്രധാനമായി ഇതിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ഈ പറഞ്ഞ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഈ ചോർത്തിയവരെ തുറുകളിൽ അടയ്ക്കും എന്നാണ്. ശക്തമായ നടപടി വേണമെന്നാണ് ഈ യോഗത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കും, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാക്കുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടി എടുക്കും എന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞതായുള്ള കാര്യങ്ങൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രധാനമന്ത്രി ഇക്കാര്യം പറയുമ്പോൾ ധർമ്മേന്ദ്ര പ്രധാന്റെ പേരിൽ പരാമർശിച്ചാലുള്ള വിവരങ്ങൾ എന്താണെങ്കിലും പുറത്തേക്ക് വരുന്നില്ല എന്ന് പ്രധാനപ്പെട്ടാണ്. CJP അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥി യുവജന സംഘടനകൾ അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളൊക്കെ ഇതിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഇന്നലത്തെ ഈ വലിയ റാലി, പ്രത്യേകിച്ച് പാർലമെന്റ് മാർച്ച് അടക്കം നിശ്ചയിച്ചത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. പക്ഷേ ആ കാര്യത്തിൽ പ്രധാനമന്ത്രി ഒരു പ്രതികരണം നടത്തിയതായുള്ള വിശദാംശങ്ങൾ എന്താണെങ്കിലും പുറത്തേക്ക് വരുന്നില്ല. ചോദ്യപേപ്പർ ചോർത്തിയ ആൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും എന്ന് മാത്രമാണ് പ്രധാനമന്ത്രി പറഞ്ഞതായ വിവരം ഇപ്പോൾ ലഭിക്കുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും ഇത് പ്രതിപക്ഷം ഒരു തരത്തിലും അംഗീകരിക്കാൻ ഇടയില്ലാത്തൊരു പ്രതികരണമാണ് NDA യോഗത്തിൽ പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം NDA യോഗത്തിലാണെങ്കിലും ഇതാദ്യമായിട്ടാണ് പ്രധാനമന്ത്രി മൗനം വെടിയുന്നത് ഈ വിഷയത്തിൽ എന്നുള്ളതാണ്. ഇപ്പോൾ CJPയുമായിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ചർച്ച പരാജയമായിരുന്നു. ഇന്നിപ്പോൾ കൂടുതൽ ആളുകളുമായി സമരവേദിയിലേക്ക് എത്തും പ്രവർത്തകർ എന്ന CJP മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് സർക്കാർ എന്ത് നടപടിയിലേക്ക് നീങ്ങുന്നു? പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുക്കുകയാണ്. സ്മൃതി, ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് ഇനിയിപ്പോൾ ഇതിനപ്പുറം വലിയ പ്രതികരണങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. പ്രത്യേകിച്ച് ധർമ്മേന്ദ്ര പ്രധാൻ രാജി അടക്കമുള്ള കാര്യങ്ങൾ അതിലൊരു തീരുമാനം പറയാൻ കഴിയില്ല എന്തായിരുന്നു ഇന്നലെ JP നദ്ദയുമായി CJP പ്രതിനിധികൾ നടത്തിയ ചർച്ചയിൽ അദ്ദേഹം വ്യക്തമാക്കിയത്. രാജി അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തരത്തിലും ഉറപ്പ് നൽകാൻ കഴിയില്ല എന്ന് ഇതിൽ JP നദ്ദ ഇന്നലെ അവരെ നിലപാട് അറിയിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുമെന്ന് നമ്മൾ ഒരു ഘട്ടത്തിലും വിശ്വസിക്കുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുക, അതായത് ചോദ്യപേപ്പർ ചോർത്തിയ ആൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് മാത്രമായിരിക്കും ഇപ്പോൾ പാർലമെന്റിലും ഈ വിഷയം ചർച്ചയ്ക്ക് വരികയാണെങ്കിൽ ഒരുപക്ഷേ സർക്കാർ സ്വീകരിക്കാനുള്ള നിലപാട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ഇന്നിപ്പോൾ പാർലമെന്റ് നടപടികൾ ഈ വിഷയത്തിൽ പ്രക്ഷുബ്ധമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിനോടൊപ്പം തന്നെ ഒരു നീണ്ട നിര MPമാർ, അതിപ്പോൾ KC വേണുഗോപാൽ ആകട്ടെ, ഹൈബി ഈഡൻ ആകട്ടെ, അല്ലെങ്കിൽ A റഹീം ആകട്ടെ, ശിവദാസനാകട്ടെ, അത്തരത്തിൽ രാജ്യസഭയിലും ലോക്സഭയിലും പ്രധാനപ്പെട്ട MPമാരൊക്കെ ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കെതിരെ അതിക്രമം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതൊന്നും പരിഹരിക്കാൻ സാധ്യത. ഇപ്പോൾ ഇന്ത്യ സെക്രട്ടറി യോഗം മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ പാർലമെന്റിൽ ചേരുകയും ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ 83ാമത്തെ വയസ്സിലേക്ക് കടക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. പക്ഷേ അദ്ദേഹം ഇന്നിപ്പോൾ ജന്മദിനം പോലും ആഘോഷിക്കുന്നില്ല എന്നാണ് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. കാരണം യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകൾക്ക് നേരെ ഇന്നലെ ദില്ലി പോലീസ് നടത്തിയത് വലിയ ക്രൂരതയാണ്. അത്തരത്തിൽ അവരെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട്, അതിൽ അപലപിച്ചുകൊണ്ട് താൻ ജന്മദിനം പോലും ആഘോഷിക്കുന്നില്ല എന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നു. അതിന് പിന്നാലെ ഇന്ത്യ സെക്രട്ടറി നേതാക്കളുടെ യോഗം നടക്കുന്നു. ഈ യോഗത്തിലേക്ക് തീരുമാനം എന്ന് പറയുന്നത് പാർലമെന്റ് നടപടികൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക് പോകാൻ തന്നെയായിരിക്കും. ഈ വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടാൻ പോകുന്നത്. സ്വാഭാവികം നമുക്കറിയാം, അങ്ങനെ ചർച്ചകൾ അവസരം പോലും കേന്ദ്ര സർക്കാർ ഇതുവരെ നൽകിയ ചരിത്രമില്ല. അതുകൊണ്ട് ഇന്നും അതുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ 11 മണിക്ക് സഭാ നടപടികൾ ആരംഭിക്കുമ്പോൾ നടുത്തളത്തിൽ വലിയ പ്രതിഷേധം, പിന്നീട് സഭ പിരിയാൻ തന്നെയാണ് സാധ്യത കാണുന്നത്. നീറ്റ് വിഷയം സഭ പ്രക്ഷുബ്ധമാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഡൽഹിയിൽ രാജ്യ തലസ്ഥാനത്ത് പുറത്തും വലിയ പ്രതിഷേധങ്ങൾ ഇരമ്പുകയാണ്. നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള.